ഹലോ നമസ്കാരം. നമുക്കിന്ന് പുളിയിഞ്ചിയുടെ റെസിപ്പി കണ്ടാലോ. ഞാൻ അതിനായിട്ട് 1 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 5-6 ചെറിയുള്ളിയും 2 പച്ചമുളകും കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതൊരു ഏകദേശം ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ഒരു 1/4 ഫ്രൈ ആകുമ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്തു. പിന്നെ അതും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് കരികരിപ്പായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന മുളക് അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തണം കേട്ടോ. എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്പം മഞ്ഞൾ, പിന്നെ മുളക് പൊടി, ഒരല്പം കായം, പിന്നെ നല്ലൊരു പീസ് ശർക്കര അതും കൂടെ ഇട്ട് നമ്മൾ ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ പുളി വെള്ളം കൂടെ അതിനകത്ത് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിള വന്ന് ഒന്ന് കുറുകുമ്പോഴേക്കും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ക്രഷ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തത്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് കുറച്ചധികം ദിവസം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ അധികം നാൾ ഇതുപോലെ അങ്ങിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിന് നല്ലൊരു വറവ് കൂടി ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടുമ്പോൾ പിന്നെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് നമ്മുടെ ഇഞ്ചിപ്പുളിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കോമെൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.